ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു രാവിലെയാണ്, ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അന്നേരം ഞാൻ അതിന് വേണ്ടി ഒരു റവ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവുകയാണ്. എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, എന്നാലും അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി 1/2 കിലോ റവ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. വെൽക്കം ടു അജി കിച്ചൻ. അതിനുവേണ്ടി 1/2 കിലോ റവ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ്, ചെറിയ ക്യാരറ്റല്ല, ഒരു ഇടത്തരം ക്യാരറ്റ് കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചേക്കുന്നത്. വലുതായിട്ടിട്ടാൽ നമുക്ക് കടിക്കാനൊക്കെ വലിയ ഇതില്ല, അത് കൊത്തി അരിഞ്ഞിട്ടേക്കേ. പിന്നെ ഒരു 3/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ട്. പിന്നെ ഒരു 7-8 ബീൻസ് കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ. പിന്നെ ഒരു സവാള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് അടുപ്പ് കത്തിക്കാം. പാത്രം ചൂടാവട്ടെ. നമ്മുടെ പാത്രം ചൂടായി, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. ഇനി ഇതിനകത്ത് പാത്രം നല്ല ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ കുഞ്ഞ് സ്പൂണായിട്ടാണേ, ഒരു 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി ഇതിനകത്തോട്ട് ഈ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് അതും ഇട്ട് കൊടുക്കാം. അതിനകത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തേ, അല്ലെങ്കിൽ ചിലർക്ക് ഇഞ്ചി ഇട്ടാൽ കടിക്കത്തില്ലേ കുത്തി കഴിഞ്ഞ്, അതുകൊണ്ട് ഗ്രേറ്റ് ചെയ്തിട്ടേക്കേ. ഇത് കുറയ്ക്കാം. ഇനി ഇതിനകത്ത് ഒരു സവോളയും ഒരു പച്ചമുളകും, ഞാൻ കുറച്ച് വെള്ളം ഉപ്പിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടേ. ഇനി ഇതിലോട്ട് ഈ ക്യാരറ്റില്ലേ അത് ഇട്ട് കൊടുക്കാം. ഈ ബീൻസും ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരുന്ന ഈ ഫ്രോസൻ്റെ ഗ്രീൻ പീസ് ഇല്ലേ അത് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പ്, ഈ പച്ചക്കറിക്ക് ആവശ്യമുള്ളൂ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കരി വെള്ളത്തിൽ ഉപ്പിട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ വെള്ളത്തിൻ്റെ ഉപ്പ് നോക്കിക്കോണം. എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യേ. ഇനി ഇതില് അജി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഇതിനകത്ത് ഒരു 2-3 തണ്ട് കറിവേപ്പില അത് ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ല തീയിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. അത് ഇതൊക്കെ ഒന്ന് നല്ല വഴന്ന് വരണം. അതിൻ്റെ ആ പച്ച ചൊവയൊക്കെ മാറണം. നമ്മുടെ ഈ പച്ചക്കറി എല്ലാം നല്ല വഴന്നു വന്നിട്ടുണ്ട്. കാര്യം ഇത് ചെറുതായിട്ട് വാട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പച്ചക്കറിയുടെ പച്ച ചുവ ഉപ്പുമാവിന് വലിയൊരു അരുചിയായി തീരെ. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. പച്ചക്കറിയുടെ ആ പീസിൻ്റെയും ക്യാരറ്റിൻ്റെയും ഒക്കെ
ചുവ അതിനകത്ത് തന്നെ നിൽക്കുക. അതുകൊണ്ട് നല്ല വഴങ്ങണം ഇത്. ഇനി ഇതിനകത്ത് ഒരു 3/4 കപ്പ് തേങ്ങ ചിരണ്ടിയതേ. വേണ്ടുന്നവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി. തേങ്ങ ഇടണ്ടെങ്കിൽ തേങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഇതിന്. തേങ്ങയുടെ ആ പച്ച മണം ഒന്ന് മാറണേ, ഒന്ന് ചെറുതായിട്ട്. ഈ ചൂട് മാത്രം മതി, ഇത് വഴറ്റണ്ട. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാൻ തീ ഒന്ന് കുറച്ചിട്ടേക്കുക. ഇനി ഇതിനകത്ത് ഈ റവയില്ലേ, ആ റവ ഇട്ട് കൊടുക്കേ. വലിയവർക്കായാലും കുട്ടികൾക്കായാലും ഈ പച്ചക്കറികൾ ഇതുപോലെ ഉപ്പുമാവിൻ്റെ കൂടെയൊക്കെ ഇതുപോലെ എന്തിൻ്റെ കൂടെയും കുറച്ച് പച്ചക്കറി ഇട്ട് കഴിച്ചുമൊക്കെ നല്ലതാണ്. കുറച്ചുകൂടെ അതേ ആദ്യമുള്ളേ 1/2 കിലോ. കാര്യം എനിക്കൊരു സംശയമുണ്ട്, ഇതിനകത്ത് ഈ വെള്ളവും കഴിക്കുമ്പോൾ എല്ലാം കൂടെ ഈ പാത്രത്തിൽ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഇത് ലൂസായിട്ട് വെള്ളമൊഴിച്ച് ലൂസായിട്ട് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. പുട്ടിൻ്റെ കണക്ക് തിരുവിരാന്ന് എടുക്കാവുന്നത് അതുപോലെ എടുക്കാം. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടം. ഇത് ഞാൻ കുറച്ചിട്ടേ ഇല്ല, ഈ അതുപോലെ തന്നെ കിടക്കുകയാണ്. ഇത് നമ്മളിവിടെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അവയൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ റവയെല്ലാം നല്ലതുപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ വെള്ളം ഇതിനോട്ട് ഒഴിക്കാം. സൂക്ഷിക്കണം, ഷൂന്നും പറഞ്ഞ് തെറിക്കും. തീ കുറയ്ക്കട്ടെ. നല്ലൊരു മണം. ഇനി കുറച്ചിട്ടേക്കേ. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഇതിന് നമുക്ക് ഉപ്പ് നോക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം നമ്മൾ ഉപ്പിട്ട് കൊടുത്ത് വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം ഇനി ഉപ്പിട്ട് ഇതിനകത്ത് കൊടുക്കാനും ഒക്കില്ല. കാര്യം ഇതെല്ലാം കൂടെ കുഴഞ്ഞ് വാരി കിടക്കുമല്ലേ. ഇപ്പം എല്ലായിടും കൂടെ മിക്സ് ആവത്തുമില്ല. ഇതിങ്ങനെ കിടക്കട്ടെ. ഞാൻ 1 മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കേ, കവർ ചെയ്ത് കൊടുക്കാം. നമുക്കിതൊരു 1 മിനിറ്റ് ഒന്ന് കവർ ചെയ്യാം. ഒരു 1.5 മിനിറ്റ് കിടക്കട്ടെ. തീ കുറച്ചേ ഇടാവുള്ളേ. നമ്മുടെ ഉപ്പുമാവ് നോക്കേ. ഒരു 1.5 മിനിറ്റ് ആയി കഴിഞ്ഞു. ചൂട്. നമുക്കിത് ലൂസായിട്ട് വേണമെങ്കിൽ എടുക്കാം. ഒരു കുഴഞ്ഞ പരുവത്തില്ലേ അതുപോലെ എടുക്കാം. പിന്നെ നല്ല പിരിപിരിപിരാന്ന് നല്ല ഒന്നൊന്നും ഒട്ടാത്ത രീതിയിൽ അതുപോലെ എടുക്കാം. അത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ആ അളവനുസരിച്ചേ. മതിയേ. ഉപ്പൊക്കെ വെന്തിട്ടുണ്ട്. ഞാനിപ്പം തീരെ കുറച്ചല്ലേ ഇട്ട് കൊടുത്തിന്. ഗ്യാസ് ഓഫാക്കാൻ പോവാം. ഇതുപോലെ മതിയേ.
ഇനി ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട്, അല്ല ഉപ്പ് എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, എന്നാലും ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. ഓക്കെ, നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവാണേ.